പ്രീമിയർ ലീഗിൽ തുടർ വിജയങ്ങളുമായി കുതിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഹാട്രിക് നേടി ഹാളണ്ട് സിറ്റിയെ വിജയത്തിലേക്ക് നയിച്ചു. ഹാളണ്ടിന്റെ ഹാട്രിക് കരുത്തിൽ വെസ്റ്റ് ഹാമിനെ 1-3 ഗോളുകൾക്കാണ് സിറ്റി പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച ഇപ്സ്വിച്ച് ടൗണിനെതിരെയും ഹാളണ്ട് ഹാട്രിക് നേടിയിരുന്നു. വെസ്റ്റ് ഹാമിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ 10-ാം മിനിറ്റിൽ സിറ്റി ലീഡെടുത്തു. ബെർണാഡോ സിൽവയുടെ അസിസ്റ്റിലായിരുന്നു ഹാളണ്ടിന്റെ ആദ്യ ഗോൾ. എന്നാൽ 19-ാം മിനിറ്റിൽ റൂബൻ ഡിയാസിന്റെ സെൽഫ് ഗോളിലൂടെ വെസ്റ്റ് ഹാം സമനില പിടിച്ചു. 30-ാം മിനിറ്റിൽ മികച്ചൊരു സ്ട്രൈക്കിലൂടെ ഹാളണ്ട് സിറ്റിയുടെ ലീഡ് ഇരട്ടിയാക്കി. രണ്ടാം പകുതിയിൽ 83-ാം മിനിറ്റിൽ ഹാളണ്ട് തന്റെ ഹാട്രിക്കും സിറ്റിയുടെ വിജയവും പൂർത്തിയാക്കി. പ്രീമിയർ ലീഗിൽ ഹാളണ്ട് നേടുന്ന 8ാമത്തെ ഹാട്രിക്കാണിത്. ഇതോടെ 69 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഹാളണ്ടിന് 70 ഗോളുകളായി. ഈ സീസണിൽ ഇതുവരെ ഹാളണ്ട് 7 ഗോളുകൾ നേടി. മത്സരത്തിന് കണക്കുകളിലേക്ക് വരുമ്പോൾ 69% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. 23 ഷോട്ടുകളാണ് സിറ്റി ആകെ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്, 716 പാസുകൾ, 92% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് വെസ്റ്റ് ഹാം തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 326 പാസുകൾ, 83% കൃത്യതയോടെ വെസ്റ്റ് ഹാം പൂർത്തിയാക്കി. വിജയത്തോടെ ലീഗിൽ 3 മത്സരങ്ങളിൽ 9 പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാമതെത്തി. ബ്രെൻഫോർഡാണ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.